8,11,000 രൂപ ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്ന എക്സ്റ്ററിൻ്റെ ബേസ് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. എക്സ്റ്ററിൻ്റെ ബേസ് വേരിയൻ്റ് HX2 ആണ്. ഇത് HX3 വേരിയൻ്റ് ആണ്. ഈ വേരിയൻറ്റിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വേരിയൻറ്റിൽ ഹ്യൂണ്ടായി കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒറ്റ നോട്ടത്തിൽ ബേസ് വേരിയൻ്റ് ആണെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ബ്ലാക്ക് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പുതിയ വന്ന അപ്ഡേറ്റ് എക്സ്റ്ററിൻ്റെ ലെറ്ററിങ്ങും താഴത്തെ സിൽവർ ഫിനിഷിലുള്ള പുതിയ ബെമ്പർ യൂണിറ്റ് നമുക്ക് കാണാം. വശങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മിറേഴ്സ് എല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. വേറൊരു പ്രധാന മാറ്റം വശങ്ങളിൽ കൊടുത്തിരിക്കുന്ന ക്ലാഡിങ്സിലും മാറ്റം വന്നിട്ടുണ്ട്. മറ്റു വേരിയൻറ്റുകളിൽ ക്ലാഡിങ്സ് കുറച്ചും കൂടി ബഡ്ജിയായിട്ട് നിൽക്കുന്ന വേറൊരു ടൈപ്പ് ക്ലാഡിങ്സാണ് വരുന്നത്. ഇതിനകത്ത് ബേസ് വേരിയൻ്റാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ക്ലാഡിങ്സാണ്. പിന്നെ വീല് നോക്കുകയാണെങ്കിൽ നമുക്ക് 14 ഇഞ്ച് വീൽസാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഫെൻഡേഴ്സിലാണ് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നത്. ഇതാണ് എക്സ്റ്റീരിയറിൽ നിന്നുള്ള പ്രധാന മാറ്റം. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് HX4 വേരിയൻറ്റ് വരെ ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ്. കാരണം ഇതിനകത്തും നമുക്കൊരു റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബേസ് വേരിയൻറ്റിലും. പിന്നെ നമുക്ക് വേറെ റൂഫ് റെയിൽസോ ബാക്കിലെ സ്പോയിലറോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോയി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹ്യൂണ്ടായി അവിടെ ഞെട്ടിച്ചിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് ആണെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതിനകത്ത് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡിലൊക്കെ വരുന്ന സെയിം സ്റ്റിയറിംഗ് വീലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഡോർ പാഡാണ്. കാരണം ഫ്രണ്ടിൽ 2 പവർ വിൻഡോൻ്റെ കൺട്രോൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മിറർ കൺട്രോളിനുള്ള ഓപ്ഷൻസ് പോലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് എക്സ്റ്ററിൻ്റെ ബേസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റ്. ഒരു ബേസ് വേരിയൻ്റ് എടുത്തിട്ട് ആക്സസറീസ് ചെയ്യാനുള്ള പ്ലാനാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. താങ്ക്